ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. ഏകദേശം 43ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 6-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതുള്ളത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ബ്രിങ് ഹെർ ബാക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഐസ് റോഡ് വെങ്കിയൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്താണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഡീറ്റെയിൽ റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ടൊർണാഡോ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയുടെ മലയാളം സബ് ടൈറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ സിനിമയും ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ഫാൻറ്റസി മൂവിയാണ്. ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ദ ഓൾഡ് ഗാർഡ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദ ഓൾഡ് ഗാർഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രാജപുത്തിരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ കമലഹാസൻ പ്രധാന വേഷം കൈകാര്യം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത തെലുങ്ക് മൂവിയാണ്. മസാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ അതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോൾ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഹിന്ദി സീരീസാണ്. ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ എന്ന സീരീസിൻ്റെ 4ാമത്തെ സീസണാണ്. 5 എപ്പിസോഡുകളാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഇൻ ദ ലോസ്റ്റ് ലാൻഡ്സ് എന്ന സിനിമ. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. സീതാരാമപുരമല്ലോ ഒക്ക പ്രേമജാന്ത എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ 2 ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സീരീസാണ്. ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. 9 പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ആമസോൺ പ്രൈമിലും ഹുലു OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ദ സാൻഡ്മാൻ എന്ന സീരീസിന്റെ 2ാമത്തെ സീസണാണ്. ഫൈനൽ സീസണാണ്. അപ്പം 6 എപ്പിസോഡുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് സീരീസാണ്. എയർ ആകാശവാണി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ത്രില്ലർ മൂവിയാണ്. കന്നഡ ത്രില്ലർ മൂവിയാണ്. കടല തീരാട ഭാർഗവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തത് ഒരു ഹിന്ദി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കിസ്ക കോൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷെമാരോമി OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. സ്പിൻ മീ റൗണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇറ്റാലി കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ, ബുക്ക് മൈ ഷോസിൽ, യൂട്യൂബിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന സിനിമ. നമ്മുടെ പ്രിയങ്ക ചോപ്രയ്ക്ക് പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഫയർഫ്ലൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ഇതിന് മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്ത ബെല്ലറീന എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ത്യയിൽ 2 ഓപ്ഷനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ. അടുത്തൊരു സീരീസാണ്. ഗുഡ് വൈബ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജഗമെറുകിന സത്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഡയറക്റ്റ് OTT റിലീസാണ്. അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കാളിദർ ലാപ്പട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കണ്ണീര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ 2 കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ് മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ 10 കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ള. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൊപ്പല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഔട്ട് കം ദ
വോൾഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. പരമശിവൻ ഫാത്തിമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. പൂനെ ഹൈവേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. സൈഡ്ലിംഗു 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. സ്മോക്ക് സിഗ്നൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ശ്രീ 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 രാജവാരു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ ആഹാ തെലുങ്കിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. തല്ലി മനസ്സു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ് ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് ആണ് ഈ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. ഉപ്പു കാപ്പു രംബു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ഡയറക്റ്റ് OTT റിലീസാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഉഷ പരിണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ബുക്ക് മൈ ഷോസിലും ETVയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കുട്ടൻ്റെ ശിനിഗാമി എന്ന് പറഞ്ഞ സിനിമ. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മനോരമ മാക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഇന്ദ്രൻസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയാണ്. നോണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സീസ്വൈസ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു പഞ്ചാബി ത്രില്ലർ സീരീസാണ്. ഡാരോ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസണാണ്. പഞ്ചാബി ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് കേബിൾ 1 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ ത്രില്ലർ മൂവിയാണ്. ഫോറന്നേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആസാം റൈസ് ഓഫ് എ ന്യൂ ഡോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. സിറ്റിസൺ ഓഫ് എ കൈൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈമിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മിസ്റ്ററി ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഷീ വെന്റ് ദാറ്റ് വേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 6-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 43ഓളം സിനിമകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും ഓരോരോ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.